ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തമ്പനയിൽ കണ്ട പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ട്രേഡിങ്ങിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു റിയാലിറ്റി ആയിട്ടുള്ള വീഡിയോ, ശരിക്കും എന്താണ് നടക്കുന്നത് എന്നുള്ളതും സോഷ്യൽ മീഡിയയിൽ ആളുകൾ എന്തൊക്കെയാണ് ഇടുന്നത് എന്നുള്ളതും തമ്മിലുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അതായത് ചെറിയൊരു അവയർനെസ്, ട്രേഡിങ്ങിലേക്ക് വരുന്ന ആളുകൾക്കും ട്രേഡിങ് ചെയ്യുന്ന ആളുകൾക്കും എല്ലാവർക്കും ഒരു ചെറിയൊരു അവയർനെസ് കൊടുക്കാനുള്ള രീതിയിൽ ചെയ്യുന്ന വീഡിയോ ആണ്. എൻ്റെ കുറച്ച് കാലത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ പറയണത്. അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ക്ലിപ്പിങ്. ഇതൊന്നും എല്ലാവരും കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ. എൻ്റെ വണ്ടിക്ക് ചെറിയൊരു എൻജിൻ പണി ഉണ്ടേനി, ചെറിയൊരു സൗണ്ട് വന്നപ്പോൾ ഇവിടെ കാണിച്ചാണ്. വർക്ക്ഷോപ്പിൽ നിന്ന് വലിയൊരു ബില്ലിട്ടെന്ന് ഇവിടെ കാണാം, 6300 രൂപ ബില്ലിട്ടെന്ന്. പിന്നെ നമ്മുടെ ട്രേഡറാണല്ലോ, നമുക്ക് വലിയ വിഷയമൊന്നുമല്ല ഈ പൈസ ഒന്നും. ഇത് ബില്ല് കണ്ടപ്പോൾ ഞാൻ നേരെ ഓഫീസിൽ പോയി കുറച്ച് നേരത്തെ ട്രേഡ് എടുത്ത് 6300 രൂപ കറക്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി പൈസ അടച്ച് വണ്ടി കൂളായിട്ട് ഇറക്കി കൊണ്ടുവന്ന്. പൈസ ഒരു വിഷയമുള്ള കാര്യമില്ല നമുക്ക്. ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരുപാട് അവൈലബിൾ ആണ്. അതായത് ഞാൻ ഇത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി ഫുഡ് കഴിക്കാൻ പോയി, 1000 രൂപ പ്രോഫിറ്റ് എടുത്ത് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി, അല്ലെങ്കിൽ ഇത്ര രൂപ ബില്ല് വന്നതിന് ഒന്നും നോക്കിയില്ല 2 ട്രേഡ് അങ്ങോട്ട് എടുത്തു പ്രോഫിറ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ വേറെ ചില വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങളെ 2 മാസം ശമ്പളം ഞാൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലൊക്കെ സത്യാവസ്ഥ അല്ലെ റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ട്രേഡിങ്ങിൻ്റെ അത് ശരിക്കും അങ്ങനെ പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. അതായത് അത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവം അല്ല ട്രേഡിങ്ങിൽ. ഈ 2 മാസത്തെ ശമ്പളം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 3, 4, 5 മാസത്തെ ശമ്പളം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ആരും എവിടെയും കാണിക്കാനും പോകുന്നില്ല, നിങ്ങളെവിടെയും കാണാനും പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ കേസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജേർണലാണ്, ഇത് തുടങ്ങിയതിന് ശേഷമുള്ള ഈ ചലഞ്ച് തുടങ്ങിയതിന് ശേഷമുള്ള ജേർണലാണ്. ഓക്കെ. ഇതിലിപ്പോൾ ഈ ഒരു കോളം ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്, ഈ നോ ട്രേഡ് എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ വരെയുള്ള എൻ്റെ വീഡിയോയിൽ നോക്കിയാൽ ഇങ്ങനത്തെ ഒരു കോളം ഇതിൽ കാണാൻ കഴിയില്ല, നോ ട്രേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്തിനാണ് ഉണ്ടാക്കിയെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ദിവസത്തെ ഈ ഒരു പർട്ടിക്കുലർ ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ കഴിയും. 9/18 എടുത്ത ട്രേഡ് 9/25 എക്സിറ്റ് ചെയ്തിട്ട് 1500 രൂപ കിട്ടി. ബാക്കിയുള്ളതൊക്കെ വിട്ടാൽ ഈ ഒരൊറ്റ ട്രേഡ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അന്ന് വേണമെങ്കിൽ ഒരു വീഡിയോ എടുത്തിടാം. വെറും ഇതിപ്പോൾ എത്ര മിനിറ്റ് ഉണ്ട്, 5, 6, 7 മിനിറ്റുള്ളൂ. 7 മിനിറ്റ് കൊണ്ട് ഞാൻ 1500 രൂപ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാക്കാം. വെറും 10 മിനിറ്റ് ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വെറും അരമണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ രാവിലെ പണിക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്കും കൂളായിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടാക്കാം. അതൊക്കെ കണ്ടാൽ ആളുകൾ വീഴുകയും ചെയ്യും. കാരണം മലയാളികൾ വീണ തട്ടിപ്പിന് കയ്യും കണക്കുമില്ല. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഒരുപാടുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈ ഒരു 7 മിനിറ്റ് കൊണ്ട് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് ആരും അറിയില്ല. ഒന്നാമത്തേത്, ഈ ചലഞ്ച് തുടങ്ങുന്നതിൻ്റെ മുന്നുള്ള ഒരുപാട് കൊല്ലങ്ങൾ എടുത്തിട്ടാണ് ഇപ്പം ഇതും എത്ര കാലം ഇങ്ങനെ നല്ല രീതിയിൽ പോകാൻ കഴിയുന്നുള്ളതൊന്നും എനിക്കൊരു പിടുത്തമില്ല. ട്രേഡിംഗ് ആണ്, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ എത്രമാത്രം കൊല്ലങ്ങൾ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്നും ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് അറിയില്ല. അതായത് ഈ 7 മിനിറ്റ് കൊണ്ട് പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയുന്ന ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല. അതേപോലെ ഇനി ചലഞ്ച്, അതിൻ്റെ മുന്നത്തെ കാര്യം, ഇനി ചലഞ്ച് തുടങ്ങിയതിന് ശേഷമുള്ളതാണെങ്കിൽ എത്ര ദിവസം ഞാൻ ട്രേഡ് എടുക്കാണ്ടിരുന്നിട്ടുണ്ട് അറിയാം. ഇതിപ്പോൾ 14-ാം തീയതി കഴിഞ്ഞിട്ട് 15, 16, 17 ലീവാണ് അതിനോട് മാർക്കറ്റ്. പിന്നെ 18-ാം തീയതി, 19-ാം തീയതി, ഈ 18, 19 ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റ് നോക്കിയിരുന്നിട്ട് ട്രേഡൊന്നും എടുത്തിട്ടില്ല. അതായത് ഓപ്പർച്യൂണിറ്റി പ്രകാരമുള്ള ട്രേഡ് അന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കുന്ന സമയത്ത് എൻട്രി ഒന്നും എടുക്കൂല. അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള സംഭവമാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റ് നോക്കിയിരുന്നിട്ട് ട്രേഡ് ഒന്നും എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ഇതൊന്നും ആരും എവിടെയും കാണിക്കാൻ പോകുന്നില്ല സോഷ്യൽ മീഡിയയിൽ, നിങ്ങൾ എവിടെയും കാണാനും പോകുന്നില്ല. പക്ഷേ ഇതാണ് റിയാലിറ്റി. ഇങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലേ ഉള്ളൂ അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഈ ഒരു 7 മിനിറ്റ് കൊണ്ട് ഈ ടാർഗറ്റ് ഇട്ടത്. അല്ലാണ്ട് ഈ 7 മിനിറ്റ് മാത്രം മാർക്കറ്റിൽ ഇരുന്ന് കിട്ടുന്നതല്ല. കാരണം നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് മാർക്കറ്റിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി വരിക, എപ്പോൾ വരില്ല എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് വന്നാൽ കറക്റ്റായിട്ട് എടുക്കുക, വരാത്ത സമയത്ത് അടങ്ങിയിരിക്കുക. അപ്പോൾ ഇപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ ഇന്നിപ്പോൾ ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ, എന്നാൽ പിന്നെ മാർക്കറ്റിൽ ഇരിക്കേണ്ട ആഴ്ച പോകാൻ പറ്റുമോ? അതിട്ട് പറ്റില്ല. കാരണം എപ്പോഴും ഓപ്പർച്യൂണിറ്റി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അന്ന് ഓപ്പർച്യൂണിറ്റി ഒന്നും ഉണ്ടാവില്ല ആഴ്ച മാറി നിൽക്കുമ്പോഴാണെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്, അപ്പം അത് മിസ്സാവും. അപ്പോൾ അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡെയിലി മാർക്കറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നോക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ 7 മിനിറ്റ് കൊണ്ടൊക്കെ ടാർഗറ്റ് അടിക്കുന്നത്. അതിൻ്റെ ഇടയിൽ 1 മണിക്കൂർ കൊണ്ട് ടാർഗറ്റ് അടിക്കുന്നതൊക്കെ ഉണ്ട്. 11:22 എടുത്തിട്ട് 12:28 അടുപ്പിച്ചിട്ടാണ് ടാർഗറ്റ് അടിച്ചത്. 1 മണിക്കൂർ കൊണ്ട് ടാർഗറ്റ് അടിക്കാനായിട്ട് ടാർഗറ്റ് അടിക്കാത്ത ദിവസങ്ങളിൽ ഈ 4-ാം തീയതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-ാം തീയതി 2 ട്രേഡാണ് എടുത്തത്, അത് 2 എസ്എല്ലാണ്. അപ്പോൾ 4-ാം തീയതി PM നോക്കുകയാണെങ്കിൽ 527 ലോസാണ്. അപ്പോൾ അങ്ങനത്തെ ലോസ് ഉണ്ടാക്കുന്ന ദിവസങ്ങളുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ദിവസങ്ങളുണ്ട്, പിന്നെന്താ ട്രേഡ് എടുക്കാത്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും ഹാർഡ് വർക്കിൻ്റെ അല്ല ഇത്രയും ടൈം മാർക്കറ്റിൽ ഇരിക്കുന്നതിൻ്റെ റിസൾട്ടാണ് ഈ ചെറിയ മിനിറ്റ് കൊണ്ട് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് മാത്രം കണ്ട് ഗ്ലോറിഫൈ ചെയ്തിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് ചാടി ഇറങ്ങി വന്നിട്ട് ഒരു കാര്യമില്ല. രാവിലെ 10 മിനിറ്റ് മാത്രം മാർക്കറ്റിൽ ഇരുന്നാൽ കിട്ടുന്ന സംഭവം ഒന്നല്ല ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ അത്രമാത്രം അതിനോടുള്ള ഡെഡിക്കേഷനും പാഷനും അത്രമാത്രം ഹാർഡ് വർക്കും ഒക്കെ വേണം. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതുകൊണ്ട് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. പിന്നെ വേറൊരു ചെറിയൊരു ടിപ്പ്, അതായത് ഞാൻ ഇത്രയും കാലം മാർക്കറ്റിൽ ഇരുന്നിട്ട് എനിക്ക് തോന്നിയ കുറേ കാലം ഞാൻ പരിശീലിച്ചൊരു മെത്തേഡും അതുകൊണ്ട് കാര്യമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അതിന് എന്തുകൊണ്ട് മാറി എന്നുള്ളതും ഒക്കെയാണ് പറയുന്നത്. ചെറിയൊരു ടിപ്പ്, അതായത് ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ. ഒന്നെങ്കിൽ നമ്മളൊരു ഡെയിലി ഇത്ര ട്രേഡ് എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്ത് വെക്കാം. ഡെയിലി 2 ട്രേഡ് അല്ലെങ്കിൽ ഡെയിലി 1 ട്രേഡ് അല്ലെങ്കിൽ 3 ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. അങ്ങനെ വെച്ചാൽ നമ്മൾക്ക് ഓവർ ട്രേഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും, മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ വേറൊരു റൂളാണ് ഇനി ഡെയിലി മാക്സിമം ഇത്ര ലോസ് അല്ലെങ്കിൽ മാക്സിമം ഇത്ര പെർസെൻറ്റേജ് ലോസ്, ക്യാപിറ്റലിൻ്റെ 1% മാക്സിമം ഒരു ദിവസം ലോസ് വരുത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ 2% വരുത്താൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു റൂള്. ഈ 2 റൂള് ഞാൻ ചെയ്തിടത്തോളം എനിക്കൊരു ഗുണം തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് റൂളാണെന്നുണ്ടെങ്കിൽ ഡെയിലി 2 ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 ട്രേഡ് നമ്മൾ എന്തായാലും എടുക്കും എല്ലാ ദിവസവും. അതിന് നമ്മൾ ഒരു ദിവസം ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മളന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ട്രേഡ് എടുക്കും. കാരണം എന്താ, 2 ട്രേഡ് എടുക്കാമല്ലോ ഒന്ന്, അതിൻ്റെ റൂള് പ്രകാരമാണ്. ഞാനവിടെ റൂള് തെറ്റിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു ട്രേഡ് അങ്ങോട്ട് എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചവരെ ആവാനൊക്കെ ആകുമ്പോഴേക്കും ഒരു ട്രേഡും കൂടെ എന്തായാലും എടുക്കും. അങ്ങനെ ടോട്ടലി 2 ആക്കും. കാരണം എന്താ, 2 ട്രേഡ് എടുക്കുക, അതിൻ്റെ റൂള് ഞാൻ തെറ്റിക്കുന്നില്ല, പിന്നെ എന്താ പ്രശ്നം? അതേപോലെ പിറ്റേന്നും ഒരു ട്രേഡ് എടുക്കും, 2 ട്രേഡ് ഒന്നും കൂടെ എടുക്കും. കാരണം റൂള് തെറ്റിക്കുന്നില്ല. അതിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി 2 ട്രേഡ് എന്തായാലും എടുക്കും, കാരണം റൂള് തെറ്റിക്കുന്നില്ല. അതിന് 3 ട്രേഡ് ആണെങ്കിൽ അങ്ങനെ തന്നെ. അതേപോലെ തന്നെയാണ് മറ്റേ റൂളും. ഒരു ദിവസം ഇത്ര % ആണ് ഒരു ദിവസം ലോസ് വെച്ചതെന്നുണ്ടെങ്കിൽ 1 ലക്ഷം വെച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ 1000 രൂപയ്ക്ക് ഒരു ദിവസത്തെ മാക്സ് ലോസ്. ആ 1000 രൂപ എങ്ങനെയായാലും ഓൻ ലോസ് വരുത്തും. കാരണം എന്താ, ഓനറിയാം ഓൻ്റെ റൂള് തെറ്റിക്കുന്നില്ലോ. ഒരു ദിവസം എത്ര ട്രേഡ് എടുത്താലും കുഴപ്പമില്ല, 1000 ഒതുക്കി നിർത്തിയാൽ മതിയെ. അപ്പോൾ ഓൻ എങ്ങനെയൊക്കെ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രോഫിറ്റ് കിട്ടിയാലും ഓനത് പിന്നെ ഓവർ ട്രേഡ് ചെയ്തിട്ട് 1000 വരെ ലോസിൽ കൊണ്ടെത്തിക്കും. കാരണം അവൻ്റെ റൂൾ അതാണ്. അപ്പോൾ ആ റൂൾ കൊണ്ട് ഞാൻ പണ്ടൊക്കെ 3 ട്രേഡ് ഒരു ദിവസം മാക്സിമം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം 3 ട്രേഡ് ലോസ്, അടുത്ത ദിവസം 3 ട്രേഡ് ലോസ്, അടുത്ത ദിവസം 3 ട്രേഡ് ലോസ്, അങ്ങനെ അടുപ്പിച്ച് 3 ദിവസം അല്ല 3 ട്രേഡ് ലോസ് അടിച്ച ടൈമൊക്കെ ഉണ്ട് എനിക്ക് ഈ റൂൾ വെച്ച് ചെയ്തിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് അതിനോടൊരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ ഒരു മെത്തേഡിൽ മാറി. ഇപ്പോൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു ദിവസം എത്ര ട്രേഡ് ആയാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ സ്ട്രാറ്റജി പ്രകാരം ട്രേഡ് വന്നാൽ ഞാൻ എടുക്കും. അതിൽ പ്രോപ്പർ റൂൾ ഞാൻ ഫോളോ ചെയ്യും. അതായത് 20 പോയിൻ്റ് SL-ഉം 100 പോയിൻ്റ് ടാർഗറ്റും അത് ഞാൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യും. അങ്ങനെ എത്ര ട്രേഡ് ആയാലും എനിക്ക് കുഴപ്പമില്ല. ഒരു ദിവസം എൻ്റെ സ്ട്രാറ്റജി പ്രകാരം വന്ന ട്രേഡാണോ അത് ഞാൻ എടുത്തിരിക്കും, കണ്ണും കൂട്ടിയെടുക്കും. അത് എത്ര എണ്ണം വന്നാലും ശരി. ഇപ്പോൾ ഈ ചാനലിൽ നോക്കുകയാണെങ്കിൽ ട്രേഡ് എടുക്കാത്ത ദിവസം, ഇനി ഓപ്പർച്യൂണിറ്റി വരാത്ത ദിവസമാണെങ്കിലോ നോക്കിയിരിക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റ് നോക്കിയിരിക്കും, ഒറ്റ ട്രേഡും ഞാൻ എടുക്കില്ല. സ്ട്രാറ്റജി പ്രകാരം വരുന്നതാണെങ്കിൽ എന്താ ഈ മാക്സിമം 4 വന്നത്, ഈ 3-ാം തീയതി മാക്സിമം 4 ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രാറ്റജി പ്രകാരം 4 വന്നാൽ അത് 4 ഞാൻ എടുക്കും. ആ 4 SL ആയാലും എനിക്ക് കുഴപ്പമില്ല, 4 ടാർഗറ്റ് ആയാലും കുഴപ്പമില്ല, 1 SL-ഓ 1 ടാർഗറ്റ് എന്തായാലും കുഴപ്പമില്ല. ഓപ്പർച്യൂണിറ്റി പ്രകാരമുള്ള ട്രേഡാണോ ഞാൻ എടുത്തിരിക്കും. അപ്പോൾ ആ ഒരു റൂളിലേക്ക് മാറുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതപ്പോൾ 2 ട്രേഡ് ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുള്ള റൂളിലിരിക്കുന്ന ആളാണെങ്കിൽ ഈ 2 ട്രേഡ് അന്ന് SL അടിച്ചാൽ 3-ാമത്തെ എടുക്കുമോ? ഇല്ല. പക്ഷേ 3-ാമത്തെ നമ്മൾ ഓപ്പർച്യൂണിറ്റി പ്രകാരമുള്ള നല്ലൊരു ട്രേഡാണ് ഇനി, അത് നമുക്ക് മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ ആ റൂളിൽ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൽ പ്രശ്നങ്ങളുണ്ടോ എനിക്കറിയില്ല, അത് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഞാൻ ഇപ്പോൾ ചെയ്തെടുത്തോളം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ റൂള് പാലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊന്നും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ ചെയ്തെടുത്തോളം എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു മെത്തേഡ് അടിപൊളിയാണ്. ഈ മെത്തേഡ് ആകുമ്പോൾ ഞാൻ ചെയ്തെടുത്തോളം എനിക്ക് തോന്നിയത് നമ്മൾ പ്രോപ്പർ സ്ട്രാറ്റജി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ എൻട്രി എടുക്കുകയുള്ളൂ. അത് നമ്മളെ ഇമോഷൻസിനെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ സ്ട്രാറ്റജിയിൽ നമുക്ക് ആദ്യം നല്ലൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വേണം. ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടും പേപ്പർ ട്രേഡ് ചെയ്തിട്ടും ഒക്കെ. അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം എത്ര ലോസ് വന്നാലും ഇനി അത് ഇപ്പോൾ ടാർഗറ്റിലേക്ക് കയറി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ അറിയുന്നതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് റൂൾ പ്രകാരമുള്ള ട്രേഡ്സ് മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ആരും അങ്ങനത്തെ വീഡിയോസിലും കാര്യങ്ങളൊന്നും കണ്ടിട്ടൊന്നും അതിലൊന്നും വീണു പോകരുത്. ഈ വല്ലപ്പോഴും ലക്ഷങ്ങളെ പ്രോഫിറ്റൊക്കെ ഇട്ടിട്ട് ഞാനും പണ്ടൊക്കെ അങ്ങനത്തെ കോഴ്സിനൊക്കെ പോയി ചേർന്നൊക്കെ തന്നെയാണ് ഉള്ള പറയാലോ. മറ്റേ യൂട്യൂബിൽ തന്നെ ലക്ഷങ്ങൾ പ്രോഫിറ്റൊക്കെ ഡെയിലി കാണിക്കുന്ന വീഡിയോയിലൊക്കെ മറ്റേ CPR EM ഒക്കെ വെച്ച് ചെയ്യുന്ന ആളൊക്കെ ഉണ്ട്. പേരും കാര്യങ്ങളൊന്നും ഞാൻ അവിടെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സിനൊക്കെ ഞാൻ പോയി പണ്ടൊക്കെ ചേർന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള സാധനങ്ങളൊന്നും കണ്ടിട്ടൊന്നും കോഴ്സിനൊന്നും പോയി ചേർന്ന് പോകരുത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വിശകലനം ചെയ്യുക, ആളെ ജെന്യൂനിറ്റിയും കാര്യങ്ങളൊക്കെ, എന്നിട്ട് മാത്രം ചേരുക. അല്ലാണ്ട് കോഴ്സിന് ചേർന്ന ലക്ഷങ്ങളൊക്കെ കോഴ്സിന് ഫീസായിട്ട് മേടിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ അങ്ങനത്തെ ആളുകളെ ചില കമൻറ്റിലൊക്കെ പോയിക്കൽ കാണാം. അവിടെ പഠിച്ച കുട്ടികളൊക്കെ പോയിരുന്ന കാര്യമാണ് ഇതിൻ്റെ അത്ര ലക്ഷം പോയി ഇത്ര ലക്ഷം പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ചെറിയൊരു അവയർനെസ് വീഡിയോ അത്രയായിട്ട് കണ്ടാൽ മതി ഇതിനെ. അപ്പോൾ പിന്നെ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് മുന്നുണ്ടായ ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ കാര്യമാണ്. എനിക്കല്ല കാര്യം, അത് ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതൊരു കാര്യമാവും. ഇനി അവിടെ പോയി പെടാതിരിക്കുമല്ലോ. അവിടെ പോയിട്ട് പ്രോഫിറ്റബിൾ അല്ല, കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി അവിടെ ചേരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് അതൊരു ചെറിയൊരു ഹെൽപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.